ഇത് ഈ സ്കൂളിലെ ടീച്ചറാണോ അതെ ഡാൻസ് ടീച്ചറാണോ എന്ന് അറിയത്തില്ല. എങ്കിലും ആ കുഞ്ഞുങ്ങളെ കൊണ്ട് നന്നായി കളിപ്പിക്കാനായിട്ടുള്ള ആ ഒരു ടീച്ചറിന്റെ എഫേർട്ട് ഒന്ന് നോക്കണേ. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകു ഉള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. ഗുരു കൃതിയിൽ എഴുതി വെച്ച അനുകമ്പ എന്ന വികാരം അഥവാ ജീവിതത്തിലെ അനുകമ്പ എന്ന ആദ്യ പാഠം ഞാൻ പോലും അറിയാതെ എന്നിൽ ഉണർന്നത് ഈ ഒരു വിദ്യാലയത്തിൽ നിന്നാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസവും ഇതുപോലൊരു കുടിപ്പള്ളിക്കൂടത്തിൽ നിന്നാണ് തുടങ്ങിയതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേക്കുക കമൻ്റായിട്ട്. എനിക്കൊപ്പം സ്കൂളിലെത്തിയിരുന്ന ഒരു കൂട്ടുകാരൻ എൻ്റെ വീട്ടിലെത്തി ലെവലോലിക്ക മരത്തിൽ കയറി ലെവലോലിക്കൊക്കെ പറിച്ച് പോക്കറ്റിൽ സ്റ്റോക്ക് ചെയ്ത് പോകും. അന്നൊരു രസമായിരുന്നു അത്. പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ കൂട്ടുകാരൻ്റെ പ്രാതൽ ഭക്ഷണമായിരുന്നു അത്. കുട്ടിയായിരുന്നുകൊണ്ട് തന്നെ വലിയ വികാരങ്ങളോടുകൂടിയൊന്നുമല്ല അദ്ദേഹം ആ ഒരു വിഷമം പങ്കുവച്ചിട്ടുള്ളത്. വളരെ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു കുട്ടിക്കാലത്ത് ആ കൂട്ടുകാരൻ്റെ വേദനകൾക്കൊരു പരിഹാരം എന്നോണം ലെവലോലിക്ക് കളക്ട് ചെയ്ത് അമ്മാമ്മയെ കൊണ്ട് ഉപ്പിലിടിച്ച് കുറച്ചും കൂടെ രുചിയായിട്ട് അദ്ദേഹത്തിനൊപ്പം ഷെയർ ചെയ്ത് കഴിച്ചിരുന്നു. അനുകമ്പ എന്ന വികാരത്തോടൊപ്പം തന്നെ ഒരു ബാർട്ടർ സിസ്റ്റം പോലെ തിരിച്ച് അദ്ദേഹത്തിന് കിട്ടുന്ന ഉപ്പുമാവ് എനിക്കും ഷെയർ ചെയ്തിരുന്നു. അന്ന് ആ കൂട്ടുകാരന് കിട്ടുന്നതിൽ പങ്കായിട്ട് എനിക്ക് കിട്ടിയിരുന്ന ആ ഒരു മഞ്ഞ നിറത്തിലുള്ള ഉപ്പുമാവിൻ്റെ രുചി, അതിന് സമാനമായ ഉപ്പുമാവ് ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. സ്ലേറ്റും പെൻസിലും അത് മായ്ക്കാനുള്ള മഷിത്തണ്ടും 100 വരെ എണ്ണിപ്പടിക്കാനുള്ള ഈർക്കിലുകളുടെ കെട്ടും എല്ലാം ഒരു ടൈം സ്ലിപ്പ് പോലെ തോന്നി ഈ സ്കൂളിൻ്റെ പരിസരത്തുകൂടി ഇങ്ങനെ നടക്കുമ്പോൾ. ഞാനും ഈ സ്കൂളിൻ്റെ പ്രോഡക്റ്റ് ആണെന്നുള്ളത് ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് ശ്രീമതി ജീജ മാമിനോട് ഷെയർ ചെയ്തു. ഇന്ന് ഈ സ്കൂളിൻ്റെ വാർഷികമായിരുന്നു. അഭിമാനവും അതിലേറെ സന്തോഷവും. ഇനിയും ഒരുപാട് കുരുന്നുകൾക്ക് ജീവിതയാത്രയിൽ വളരെ അനിവാര്യമായിട്ടുള്ള അനുകമ്പ പോലുള്ള ജീവിത പാഠങ്ങൾ ദർശിച്ച് നല്ലൊരു തലമുറയായി നല്ലൊരു സമൂഹമായി മാറാൻ ഈ വിദ്യാമുത്തശ്ശിക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ